മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരമായ ചികിത്സാ പിഴവുണ്ടായി എന്ന് ആരോപിച്ചാണ് ഇന്ന് കടുത്ത പ്രതിഷേധങ്ങൾ അരങ്ങേറിയത്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച ഒരു യുവതി പരാതിയുമായി രംഗത്തെത്തിയത്. അതായത് ഒക്ടോബർ 20-ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവത്തിനെത്തിയ യുവതിയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. പ്രസവത്തിന് ശേഷം യുവതിക്ക് ഉള്ളിൽ എന്തോ ഇരിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു. അത് പറഞ്ഞിട്ടും ആ പ്രസവ സമയത്ത് ഡോക്ടറോ നഴ്സുമാരോ അത് സംബന്ധിച്ച് അത് ഗൌരവത്തിലെടുത്തില്ല. പിന്നീട് 2 തവണ ചികിത്സ തേടി, ഇതേ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും അനുകൂലമായ ഒരു മറുപടി ഉണ്ടായില്ല. സ്കാനിങ്ങിന് പോലും നിർദ്ദേശമുണ്ടായില്ല എന്നാണ് യുവതി ആരോപിച്ചത്. മാത്രമല്ല, പിന്നീട് ഏതാണ്ട് 2.5 മാസത്തിന് ശേഷം യുവതിയുടെ ശരീരത്തിൽ നിന്ന് തുണിക്കഷ്ണം പുറത്തുവരുന്ന അവസ്ഥയുണ്ടായി. ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നാണ് യുവതിയും കുടുംബവും ആരോപിക്കുന്നത്. കഴിക്കാൻ പറ്റാത്ത വേദന, അത് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര അസ്വസ്ഥത ഇതൊക്കെയായിരുന്നു. 75 ദിവസം കഴിഞ്ഞപ്പോൾ അത് പുറത്തോട്ട് തനിയെ വന്നു. ഇടയ്ക്ക് ഡോക്ടറെ കാണാൻ പോയപ്പോൾ സ്കാൻ ചെയ്യാനൊന്നും പറഞ്ഞില്ല? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഉള്ളു പരിശോധിച്ച് ഒരു കുഴപ്പമില്ല, വെള്ളം മാത്രം കുടിച്ചാൽ മതി, അതിന്റെ ഇതുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവര് വിടുകയായിരുന്നു ചെയ്തത്. എന്തായാലും യുവതിയുടെ ആരോപണം സംബന്ധിച്ച ആരോഗ്യ വകുപ്പ് അന്വേഷണം നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ യുവതിയുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സംഭവത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുണ്ടായത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സൂപ്രണ്ട് ഓഫീസ് ഉപരോധിച്ചായിരുന്നു സമരം. നഗരസഭാ കൌൺസിലർമാരുൾപ്പെടെ പ്രതിഷേധത്തിൽ അണിചേർന്നു. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ മറുപടി ലഭിക്കാതെ പിരിഞ്ഞു പോകില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയിലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമായില്ല. ജില്ലാ കലക്ടറോ അല്ലെങ്കിൽ DMOയോ അത്തരത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ വ്യക്തമായ ഉറപ്പ് നൽകണം എന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.